ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ യുടെ ഷാർജയുടെ വിവിധ ഭാഗങ്ങളിലുണ്ടായ കനത്ത മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ വീടുകൾ തകർന്നവർക്ക് 1.5 കോടി ദിർഹം നഷ്ടപരിഹാരം അനുവദിച്ച് സുപ്രീം കൗൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഷെയ്ഖ് സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമിയുടെ ഉത്തരവ്. മഴക്കെടുതിയിൽ വീട് പൂർണ്ണമായും തകർന്നവർക്കുള്ള നഷ്ടപരിഹാരം 50,000 ദിർഹം വീതമായി ഉയർത്താനും അദ്ദേഹം ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകി. ഷാർജ റേഡിയോ ടെലിവിഷൻ പരിപാടിയായ ഡയറക്റ്റ് ലൈനിലാണ് സുൽത്താൻ ഈ പ്രഖ്യാപനം നടത്തിയത്. ഇതുവരെ മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട് 618 പേർക്ക് നഷ്ടപരിഹാര തുക അനുവദിച്ചു കഴിഞ്ഞതായും ഷാർജ ഗവൺമെന്റ് മീഡിയ ബ്യൂറോ അറിയിച്ചു. കുവൈറ്റിൽ ഫാമിലി വിസയെടുക്കാൻ സ്പോൺസർക്ക് ബിരുദ സർട്ടിഫിക്കറ്റ് വേണമെന്ന നിബന്ധനയിൽ ഇളവ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ കുടുംബ വിസയ്ക്കായുള്ള അപേക്ഷകൾ കൂടുന്നു. അപേക്ഷയുമായി നൂറുകണക്കിന് പ്രവാസികളാണ് കുവൈറ്റിലെ വിവിധ ഗവർണറേറ്റുകളിലുള്ള റെസിഡൻസി അഫയേഴ്സ് ഡിപ്പാർട്ട്മെന്റ് ഓഫീസുകളിൽ എത്തുന്നത്. പ്രത്യേകിച്ച് ഫർവാനിയ, അഹമ്മദി, ഹവലി എന്നിവിടങ്ങളിലാണ് ഏറ്റവും കൂടുതൽ തിരക്ക് ദൃശ്യമാകുന്നത്. ഭാര്യയ്ക്കും 14 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്കുമാണ് കുടുംബ വിസ അല്ലെങ്കിൽ ആശ്രിത വിസ ലഭിക്കാൻ അവസരമുള്ളത്. കഴിഞ്ഞ ദിവസമാണ് ഫാമിലി വിസ എടുക്കാൻ സ്പോൺസർ ചെയ്യുന്നയാൾക്ക് ബിരുദം വേണമെന്ന നേരത്തെയുള്ള നിബന്ധന പിൻവലിക്കാൻ സർക്കാർ തീരുമാനം കൈക്കൊണ്ടത്. എന്നാൽ 800 ദീനാർ ശമ്പളം വേണമെന്ന നിബന്ധന അതേപടി തുടരുകയും ചെയ്തു. ഇതോടെ ആയിരക്കണക്കിന് പ്രവാസികളാണ് തങ്ങളുടെ ഉറ്റവരെ കുവൈറ്റിലേക്ക് കൊണ്ടുവരാൻ ഒരുങ്ങുന്നത്. നിബന്ധനയിൽ ഇളവ് നൽകിയ ശേഷമുള്ള ആദ്യ ദിവസം ഏകദേശം 540 അപേക്ഷകളാണ് ആശ്രിത വിസയ്ക്കുള്ള അപേക്ഷകളുമായി റെസിഡൻസി അഫയേഴ്സ് ഡിപ്പാർട്ട്മെന്റിൽ എത്തിയത്. ഇതിൽ 320 പേർക്ക് വിസ അനുവദിച്ചതായും അധികൃതർ അറിയിച്ചു. ഫർവാനിയ, ഹവല്ലി, അഹമ്മദി എന്നീ ഗവർണറേറ്റുകളിലാണ് കൂടുതൽ അപേക്ഷകർ എത്തിയത്. സൗദിയിലെ വാണിജ്യ വ്യാപാര സ്ഥാപനങ്ങളുടെ അകത്ത് ഇനി മുതൽ വിവിധ സർക്കാർ ഏജൻസികളിൽ നിന്നുള്ള ലൈസൻസുകളും സർട്ടിഫിക്കറ്റുകളും പ്രദർശിപ്പിക്കേണ്ട ആവശ്യമില്ല. പകരം ഈ വിവരങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു QR കോഡ് മാത്രം വെച്ചാൽ മതിയാകും. നിലവിൽ സ്ഥാപനത്തിന്റെ വാണിജ്യ രജിസ്ട്രേഷൻ, മുനിസിപ്പാലിറ്റിയിൽ നിന്നുള്ള അനുമതികൾ, ടാക്സ്, സിവിൽ ഡിഫൻസ് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ നൽകുന്ന അനുമതികൾ തുടങ്ങിയവ ആളുകൾക്ക് കാണാവുന്ന വിധം വാണിജ്യ സ്ഥാപനങ്ങളിൽ പ്രദർശിപ്പിക്കണമെന്നാണ് നിയമം. എന്നാൽ ഇവയെല്ലാം ഒരു QR കോഡിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പുതിയ സംവിധാനത്തിന് രൂപം നൽകിയിരിക്കുകയാണ് സൗദി ഇപ്പോൾ. വാണിജ്യ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും ഏകീകൃത ഇലക്ട്രോണിക് കോഡിലേക്ക് മാറ്റിക്കൊണ്ടുള്ള സംവിധാനം വാണിജ്യ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക വക്താവ് അബ്ദുറഹ്മാൻ അൽ ഹുസൈനാണ് പ്രഖ്യാപിച്ചത്. ഈ QR കോഡിൽ സ്ഥാപനവുമായി ബന്ധപ്പെട്ട എല്ലാ അനുമതി രേഖകളും വിവരങ്ങളും ഇലക്ട്രോണിക് രീതിയിൽ വിശ്വസനീയമായ രീതിയിൽ ഏകീകരിക്കുകയും സൗദി ബിസിനസ് സെന്ററിന്റെ ബിസിനസ് പ്ലാറ്റ്ഫോം വഴി നൽകുകയും ചെയ്യുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഖരീഫ് സീസണിലെ എളുപ്പമായ യാത്ര ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി റെന്റൽ കാർ ഓഫീസുകളിലും ടാക്സികളിലും അധികൃതരുടെ പരിശോധന. ദോഫർ ഗവർണറേറ്റിലെ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് റോഡ്സ് ആൻഡ് ലാൻഡ് ട്രാൻസ്പോർട്ടിന്റെ നേതൃത്വത്തിലാണ് പരിശോധനാ ക്യാമ്പയിനുകൾ ആരംഭിച്ചത്. ഗവർണറേറ്റിലെ പൗരന്മാർക്കും സന്ദർശകർക്കും തടസ്സമില്ലാത്തതും ഉയർന്ന നിലവാരമുള്ളതുമായ ഗതാഗത അനുഭവം ഉറപ്പാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ഇത്തരം പരിശോധനകൾ നടത്തുന്നത്. ഖരീഫ് സീസണിന്റെ ഭാഗമായുള്ള സഞ്ചാരികളുടെ ഒഴുക്ക് സലാലയടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് തുടങ്ങിയിട്ടുള്ളൂ. വരും ദിവസങ്ങളിൽ ഇത് ശക്തമാകും. ഈ സമയത്തുണ്ടാകുന്ന ഗതാഗത പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉദ്ദേശിച്ചാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തിവരുന്നത്. മസ്കറ്റിലെ വാദി കബീറിലുണ്ടായ വെടിവെപ്പിൽ പ്രതികൾ 3 ഒമാനി സഹോദരന്മാരാണെന്ന് റോയൽ ഒമാൻ പോലീസ് സ്ഥിരീകരിച്ചു. 3 ആക്രമികളെയും സുരക്ഷാ സേന നിർവീര്യമാക്കി. വാദി അൽ കബീറിലെ വെടിവെപ്പിലെ സംഭവ വികാസങ്ങളെക്കുറിച്ച് പൊതുജനങ്ങളെ അറിയിക്കാൻ റോയൽ ഒമാൻ പോലീസ് പ്രതിജ്ഞാബദ്ധമാണെന്നും സുരക്ഷാ സേനയ്ക്കെതിരെയുള്ള ചെറുത്തുനിൽപ്പിനെ തുടർന്ന് മരിച്ച ഒമാനി സഹോദരന്മാരാണ് സംഭവത്തിൽ ഉൾപ്പെട്ട 3 കുറ്റവാളികളെന്നും അധികൃതർ സ്ഥിരീകരിച്ചു. തെറ്റായ ആശയങ്ങളാണ് അവരെ സ്വാധീനിച്ചതെന്നും അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ടെന്ന് ആരോപി പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു. സാഹചര്യം കൈകാര്യം ചെയ്യുന്നതിൽ പോലീസ്, സൈന്യം, സുരക്ഷാ സേവനങ്ങൾ എന്നിവയുടെ സംയുക്ത ശ്രമങ്ങൾ ആരോപി വിശദമായി വിവരിച്ചു. മസ്കറ്റ് ഗവർണറേറ്റിലെ വാദി കബീർ മേഖലയിലുണ്ടായ വെടിവെപ്പ് സംഭവത്തിൽ റോയൽ ഒമാൻ പോലീസും സൈന്യവും സുരക്ഷാ സേനയും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതായി പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു.
എയർ ഇന്ത്യയുടെ കേരളത്തിൽ നിന്നും UAE-യിലേക്കുള്ള 5 വിവിധ വിമാന സർവീസുകൾ അവസാന നിമിഷം റദ്ദാക്കിയതായി റിപ്പോർട്ടുകൾ. ജൂലൈ 16 രാവിലെ 10:05-നുള്ള കോഴിക്കോട് അബുദാബി എയർ ഇന്ത്യ എക്സ്പ്രസും 11-നുള്ള കൊച്ചി ദുബായ് എയർ ഇന്ത്യയും ഉച്ചയ്ക്ക് 1:30-നുള്ള ദുബായ് കൊച്ചി എയർ ഇന്ത്യയും 1:40-നുള്ള അബുദാബി കോഴിക്കോട് എയർ ഇന്ത്യ എക്സ്പ്രസ് എന്നീ വിമാനങ്ങളാണ് റദ്ദാക്കിയത്. അബുദാബിയിൽ നിന്നും കോഴിക്കോട്ടേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസ് വൈകുമെന്ന് 3 മണിക്കൂർ മുമ്പ് യാത്രക്കാർക്ക് അറിയിപ്പ് ലഭിച്ചിരുന്നു. എന്നാൽ കൊച്ചി എയർ ഇന്ത്യ യാത്രക്കാർക്ക് അറിയിപ്പ് ലഭിക്കുന്നതിന് വിമാനം പുറപ്പെടേണ്ട സമയവും പിന്നിട്ട് 1.5 മണിക്കൂർ കഴിഞ്ഞാണ്. ഇന്നലെ രാത്രി 9:55-ന് കണ്ണൂരിലേക്ക് പോകേണ്ടിയിരുന്ന എയർ ഇന്ത്യ എക്സ്പ്രസും റദ്ദാക്കിയിരുന്നു. ഇതിലെ കുറച്ച് യാത്രക്കാരെ രാത്രി 8:50-ന് കരിപ്പൂരിലേക്കുള്ള വിമാനത്തിൽ കൊണ്ടുപോയിരുന്നു. മറ്റുള്ളവരെ നാട്ടിലെത്തിക്കുമെന്നാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. ഗുജറാത്തിൽ ചന്ദീപുര വൈറസ് ബാധയെ തുടർന്ന് ചൊവ്വാഴ്ച 2 കുട്ടികൾ കൂടി മരണപ്പെട്ടു. ഇതോടെ അപൂർവ വൈറസ് ബാധിച്ച് സംസ്ഥാനത്ത് മരിച്ചവരുടെ എണ്ണം 8 ആരോഗ്യമന്ത്രി ഋഷികേശ് പട്ടേൽ അറിയിച്ചു. ആകെ 14 പേർക്കാണ് രോഗം ബാധിച്ചത്. സബർകന്ത, ആരവല്ലി, മഹിസാഗർ, ഖേദ, മെഹ്സാന, രാജ്കോട്ട് ജില്ലകളിലാണ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതെന്നും മന്ത്രി അറിയിച്ചു. അയൽ സംസ്ഥാനങ്ങളായ രാജസ്ഥാനിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നുമുള്ള 2 പേർ കൂടി ഗുജറാത്തിൽ ചികിത്സ തേടിയിരുന്നു. അതിൽ രാജസ്ഥാൻ സ്വദേശി കഴിഞ്ഞ ദിവസം മരിച്ചു. സബർകന്ത ജില്ലയിൽ നിന്നുള്ള 2ഉം ആരവല്ലിയിൽ നിന്നുള്ള 3ഉം മഹിസാഗർ, രാജ്കോട്ട് ജില്ലകളിൽ നിന്നുള്ള ഒരാൾ വീതവുമാണ് സംസ്ഥാനത്ത് വൈറസ് ബാധിച്ച് ചികിത്സയിലിരിക്കെ മരിച്ചത്. ചണ്ഡിപുര വൈറസിനെക്കുറിച്ച് പഠിക്കാനും മുൻകരുതലുകൾ സ്വീകരിക്കാനും പ്രത്യേക സംഘത്തെ നിയോഗിച്ചതായും ആരോഗ്യമന്ത്രി അറിയിച്ചു. മരണസാധ്യത കൂടുതലായ രോഗത്തിന് എത്രയും വേഗം ചികിത്സ ലഭിക്കേണ്ടതുണ്ടെന്നും കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകളെയും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെയും ഏകോപിപ്പിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനങ്ങൾ സജീവമാണെന്നും മന്ത്രി അറിയിച്ചു. സബർകന്തയിലെ ഹിമ്മത് നഗറിലെ സിവിൽ ആശുപത്രിയിലാണ് ആദ്യത്തെ 4 കേസുകൾ റിപ്പോർട്ട് ചെയ്തത്. സ്ഥിരീകരിക്കാനായി രോഗികളുടെ രക്തസാമ്പിളുകൾ പൂനെ ആസ്ഥാനമായുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിലേക്ക് അയച്ചിരിക്കുകയാണ്. ശക്തമായ പനി, മസ്തിഷ്ക ജ്വരം എന്നിവയാണ് വൈറസ് രോഗലക്ഷണങ്ങൾ. കൊതുകുകൾ, ഈച്ചകൾ തുടങ്ങിയവയാണ് രോഗം പരത്തുന്നത്. മസ്കറ്റ് ഗവർണറേറ്റിനോട് ചേർന്ന് അമ്രാത്ത് വിലായത്തിൽ പുതിയ ഗാർഡൻ നിർമ്മിക്കാൻ മസ്കറ്റ് നഗരസഭ ഒരുങ്ങുന്നു. മദീനത്തുൽ നഹ്ദയിൽ ഒരുക്കുന്ന പദ്ധതിയുടെ രൂപരേഖ നഗരസഭ പുറത്തുവിട്ടു. കുട്ടികളുടെ കളിസ്ഥലം, നടപ്പാത, മിനി ഫുട്ബോൾ സ്റ്റേഡിയം, ഇരിപ്പിടങ്ങൾ, കൗണ്ടറുകൾ തുടങ്ങിയവ ഉൾപ്പെടുന്ന പദ്ധതി 6000 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലാണ് ഗാർഡൻ വരുന്നത്. പദ്ധതി പ്രദേശത്ത് മരങ്ങളും ചെടികളും വെച്ച് പിടിപ്പിക്കും. പ്രദേശവാസികൾക്കും താമസക്കാർക്കും വിശ്രമത്തിനും ഒത്തുചേരുന്നതിനും ഗാർഡൻ ഗുണം ചെയ്യുമെന്നും മസ്കറ്റ് നഗരസഭ പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഒമാനിൽ ജോലി ചെയ്യുന്ന പൗരന്മാർക്കും പ്രവാസികൾക്കുമുള്ള പ്രസവാവധി ഇൻഷുറൻസ് നാളെ മുതൽ നടപ്പിലാക്കുമെന്ന് സോഷ്യൽ പ്രൊട്ടക്ഷൻ ഫണ്ട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 1,60,886 ഒമാനികളും 65,000-ൽ പരം വിദേശികളും ഉൾപ്പെടെ 2,25,981 ആളുകൾക്ക് പ്രയോജനം ലഭിക്കുമെന്നാണ് കരുതുന്നതെന്നും ഡയറക്ടർ ജനറൽ മാലിക് അൽ ഹാരിസി കൂട്ടിച്ചേർത്തു. കുടുംബത്തിനും ജോലി ചെയ്യുന്ന അമ്മമാർക്കും സാമൂഹിക സംരക്ഷണം നൽകുക, അപകട സാധ്യതകൾക്കെതിരെ സാമൂഹിക ഇൻഷുറൻസ് പരിരക്ഷിക്കുക, സാമൂഹികമായും സാമ്പത്തികമായും ജോലി ചെയ്യുന്ന സ്ത്രീകളുടെ പങ്ക് ശാക്തീകരിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുക, തൊഴിലുടമയുടെയും ഇൻഷുറൻസ് ചെയ്ത ആളുടെയും അവകാശങ്ങൾ, പ്രവാസി തൊഴിലാളികളെ ഉൾപ്പെടുത്തുന്നതിന് ഇൻഷുറൻസ് പരിരക്ഷ വിപുലീകരിക്കുക എന്നിവയാണ് പ്രസവാവധി ഇൻഷുറൻസ് നടപ്പിലാക്കുന്നതിന്റെ ലക്ഷ്യമെന്നും സോഷ്യൽ പ്രൊട്ടക്ഷൻ ഫണ്ട് കൂട്ടിച്ചേർത്തു.